Hi students, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ പെഡഗോഗി ആൻഡ് ആൻഡ്രഗോഗി. നമ്മൾ തേർഡ് യൂണിറ്റിലുള്ള ലാസ്റ്റ് ലെസണിലാണുള്ളത്. ഫസ്റ്റ് ലെസൺ എന്തായിരുന്നു? പെഡഗോഗിക് അനാലിസിസ്. സോ യു പീപ്പിൾ നോ വാട്ട് ഇസ് എ പെഡഗോഗ്. എന്താണ് പെഡഗോഗ്? നമ്മൾ വേർഡ് ഡെറിവേഷനും വേർഡ് മീനിങ്ങും ഒക്കെ നല്ല രീതിയിൽ പഠിച്ചതാണ്. പെഡഗോഗ് മീൻസ് ദോസ് ഹു ലീഡ്സ് ദ ചൈൽഡ്, ദാറ്റ് ഇസ് എ ടീച്ചർ. സോ ഇപ്പോൾ പെഡഗോഗി എന്തായിരിക്കും? ടീച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ്, ടീച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ്. ഇറ്റ് ഇസ് എ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ആൻഡ്രഗോഗി ഓൾസോ ഇസ് എ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, ബട്ട് ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. അതിൽ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെഡഗോഗിയിൽ ദ ലേണേഴ്സ് ആർ ചിൽഡ്രൻ ആൻഡ് ഇൻ ആൻഡ്രഗോഗി ദ ലേണേഴ്സ് ആർ അഡൽട്സ്. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ്. അപ്പം ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം അത് തന്നെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ പെഡഗോഗി ആൻഡ് ആൻഡ്രഗോഗി. ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ഫസ്റ്റ് ഡിഫറൻസസ് പെഡഗോഗിയിൽ ലേണേഴ്സ് ആർ ചിൽഡ്രൻ ആൻഡ് ആൻഡ്രഗോഗി ഇറ്റ് ഇസ് അഡൽട്സ്. ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്താണ്? ഇൻ പെഡഗോഗി ടീച്ചേഴ്സ് ആർ ദ പ്രൊവൈഡേഴ്സ്, സോൾ പ്രൊവൈഡേഴ്സ്. നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യും കുട്ടികൾക്ക്. ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും, എയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ ആ ക്ലാസ്സിൽ മൊത്തം എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേങ്കിൽ ഇൻ ആൻഡ്രഗോഗി നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സാണ്. വി ഡോണ്ട് പ്രൊവൈഡ് ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇപ്പോൾ ജസ്റ്റ് ലെക്ചർ ചെയ്തിട്ട് പോകും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് കുട്ടികൾ സെൽഫ് ലേണിംഗ് ആണ് അവിടെ വരുന്നത്. കുട്ടികളല്ല അഡൽട്സ്, കുട്ടികൾ തന്നെയാണ്, പക്ഷേങ്കിൽ ദേ ആർ അഡൽട്സ് ദർ അല്ലെ, ബിഗ് പീപ്പിൾ ആണ്, വലിയ ആൾക്കാരാണ്. ഇവിടെ ചിൽഡ്രൻ ആണ്. സോ വി പ്രൊവൈഡ് എവറിത്തിങ്, വി ആർ ദ പ്രൊവൈഡേഴ്സ്. മറ്റതിൽ വി ആർ ദ ഫെസിലിറ്റേറ്റേഴ്സ്. ടീച്ചേഴ്സ് തന്നെയാണ്, പക്ഷേങ്കിൽ ഡിഫറൻസ് എന്താണ്? ഇവിടെ പ്രൊവൈഡേഴ്സ് ആണ്, ഇവിടെ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കണ കരുതുമ്പോൾ എന്താണ്? ഇവിടെ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടീച്ചേഴ്സ്. ഇവിടെ ഫെസിലിറ്റേറ്റേഴ്സ് ആരാണ്? Teachers. Now the third one, the class only depends on the teacher അല്ലേ? മറ്റതിൽ എന്താണ്? ആൻഡ്രഗോഗിയിൽ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്. ഇവിടെ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലാസ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീച്ചർ, ബിക്കോസ് വി പ്രൊവൈഡ് ദം എവറിത്തിങ് അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും കണ്ടന്റൊക്കെ വായിച്ചിട്ട് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് നോട്ട്സ് ഒക്കെ കൊടുത്ത് ക്ലാസ് ഓൺലി കൺട്രോൾ ചെയ്തത് നമ്മളാണ്. വി ആർ ദ വി ആർ ദ പ്രൊവൈഡേഴ്സ്. സോ വി കൺട്രോൾ ഓൾ ദ ക്ലാസ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ടീച്ചർ. കൺട്രോളിങ് ക്ലാസ് മറ്റിടത്തിലും കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ ഇവിടെ ഡിപ്പെൻഡ്സ്, ക്ലാസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടീച്ചർ. ഇവിടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്. വി ആർ ജസ്റ്റ് ദ ഫെസിലിറ്റേറ്റേഴ്സ്. സോ അവിടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ് വരുന്നത്. Now the next point is more time for learning. Pedagogy. Okay, the class ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ the time is more devoted to learning. മറ്റതിൽ എന്താ പഠിപ്പിക്കലില്ലേ എന്ന് വിചാരിക്കും, പക്ഷെങ്കിൽ ഇവിടെ ലെസ് ടൈമാണ്. ആസ് ദേ ആർ അഡൽട്സ് ആ ഒരു പഠിപ്പിക്കലിൻ്റെ പ്രോസസ്സിൻ്റെ എന്താണ് ആ ഒരു ടൈം ഫ്രെയിം ഒക്കെ വളരെ കുറവായിരിക്കും, ലെസ് ടൈമാണ്. ഹിയർ മോർ ടൈം ഡിവോട്ടഡ് ഫോർ ലേണിംഗ്, more time for learning. മറ്റതിൽ less time. Just more time and less time എന്നാണ് എഴുതുന്നത്. You read between the lines. ഇനി അടുത്തത് പെഡഗോഗിയിൽ we follow the traditional concept. ആൻഡ്രഗോഗിയിലോ ന്യൂ കോൺസെപ്റ്റ്സ് ആർ എന്താണ് എക്സ്പെരിമെൻറ്റഡ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഇവിടെ യൂഷ്വലി ട്രഡീഷണൽ കോൺസെപ്റ്റ് ആയിരിക്കും. ആൻഡ് ഇൻ ആൻഡ്രഗോഗി ന്യൂ കോൺസെപ്റ്റ് ഇസ് ഗിവൺ അല്ല, ന്യൂ കോൺസെപ്റ്റ് ഇസ് ടേക്കൺ ഫോർ ഫെസിലിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഫോർ പ്രൊവൈഡിങ്. അത് ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ പുതിയ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ
ഉപയോഗിക്കുക ക്ലാസ് എടുക്കാൻ, ബിക്കോസ് ദേ ആർ അഡൽട്സ്. ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ അഡൽട്സിനെ പഠിപ്പിക്കാൻ പറ്റുമോ? നോ, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ദേ വോണ്ട് സിറ്റ് ഓൾസോ. സോ ഹിയർ ന്യൂ കോൺസെപ്റ്റ്സ് ആർ ടേക്കൺ. ഹിയർ ടേക്കൺ അല്ല, ന്യൂ കോൺസെപ്റ്റ്സ് ആർ ഡെഡ് for teaching learning process. Here traditional concept is followed because they are children. ഇനി അടുത്തത് ഇവിടെ കുട്ടികളാണല്ലേ, സോ ദേ ആർ ലെസ് എക്സ്പീരിയൻസ്ഡ്. ആസ് ദേ ആർ അഡൽട്സ് ദേ ആർ മോർ എക്സ്പീരിയൻസ്ഡ്. ഇവിടെ ലെസ് എക്സ്പീരിയൻസ് ആണ്, ഇവിടെ മോർ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇനി ദ ലാസ്റ്റ് ഡിഫറൻസ്, ഇവിടെ എന്താണ്, ചിൽഡ്രൻ ആണ്, ചെറിയ മക്കളാണ്. സോ ലെസ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ല എന്നല്ല, പക്ഷേങ്കിൽ എന്താണ്, വി നീഡ് ടു കൺട്രോൾ ദ ക്ലാസ്. അല്ലെ, ടീച്ചേഴ്സിന് എപ്പോഴും ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ വി നീഡ് ടു കൺട്രോൾ ദ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ബി സൈലന്റ്, ബി ഫോക്കസ്ഡ്, ലിസൺ ടു ദ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ലെസ് ഡിസിപ്ലിൻഡ് ആണ്, ഇവിടെ മോർ ഡിസിപ്ലിൻഡ് ആണ്. ആണോ? നിങ്ങളുടെ കാര്യത്തിലാണ് അല്ലേ? വളരെ നല്ല ഡിസിപ്ലിനോട് കൂടിയല്ലേ ക്ലാസ്സിലിരിക്കുക. ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലത്തെ കളികൾ കളിക്കലുണ്ടോ? ചില കുട്ടികൾ കളിക്കലുണ്ട്, പക്ഷെങ്കിൽ യൂഷ്വലി ജനറലി ആണ് പറയുന്നത്. ജനറലി ഹിയർ ദ ചിൽഡ്രൻസ് ആർ ലെസ് ഡിസിപ്ലിൻ ആൻഡ് ഹിയർ ആസ് ഇറ്റ് ഇസ് അഡൽട്സ് മോർ ഡിസിപ്ലിൻ. ഹെഡിങ് മറന്നു പോലല്ലോ. ഹിയർ ഇറ്റ് ഇസ് പെഡഗോഗി, ദർ ഇറ്റ് ഇസ് ആൻഡ്രോഗോഗി. Less disciplined, more disciplined. ചിരിയൊക്കെ വരുന്നുണ്ടല്ലേ ഇത് പറയുമ്പോൾ, more disciplined എന്ന്. So these are the difference between pedagogy and andragogy. Pedagogy andragogyന്റെ മീനിങ് എന്താണ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ് അല്ലേ? സോ ഡിഫറൻസസ് ഒന്നും കൂടെ നോക്കാം. ചിൽഡ്രൻ, adults. Here teacher is the provider. Teacher is called the provider. ഇവിടെ facilitator ആണ്. Here then depends on the teacher. The class depends on the teacher. Here it is self-directed learning. Then more time for teaching learning process. ഇവിടെ less time for teaching learning process. Traditional concept ആണ് follow ചെയ്യുന്നത്. Here new concepts are followed. Then less experience. Children are less experienced അല്ലേ? They get the teaching learning experience from us. നമ്മളാണ് കൂടുതൽ എക്സ്പീരിയൻസസ് അവർക്ക് കൊടുക്കുന്നത്. Adultsil they are more experienced. And the last and the most favorite part, less disciplined and more disciplined. These are the differences, andragogy and pedagogy. So third unit is completely over. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഈ തേർഡ് യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളത്? ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. പെഡഗോഗിക് അനാലിസിസ്, കണ്ടന്റ് അനാലിസിസ്. പെഡഗോഗിക് അനാലിസിസ്, കണ്ടന്റ് അനാലിസിസ് നമ്മൾ അതിൻ്റെ ഡിവിഷൻസും സ്റ്റെപ്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ടീച്ചിങ് ഓഫ് പ്രോസ്. എന്താണ് പ്രോസ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെ പഠിപ്പിക്കണം, എന്തൊക്കെ രീതികളാണ് എന്നുള്ളതൊക്കെ പഠിച്ചു. പിന്നെ ടീച്ചിങ് ഓഫ് പോയട്രി, ദെൻ ടീച്ചിങ് ഓഫ് വൊക്കാബുലറി, ടീച്ചിങ് ഓഫ് ലിറ്ററേച്ചർ, പിന്നെന്താണ് ടീച്ചിങ് ഓഫ് കോമ്പസിഷൻ. പിന്നെ ഉള്ളതാണ് difference between andragogy and pedagogy. So the third unit is completely over. Hope you guys have understood it well. So thank you.